നമ്മൾ സ്ത്രീകൾ ഒരിക്കലും എവിടെയും സേഫ് അല്ല. അത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു കാര്യമാണ്. ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ നമ്മൾ എവിടെയും സേഫ് അല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര എന്താ പറയുക, അവരെത്ര സുരക്ഷിതമായി വെച്ചാലും എന്തെങ്കിലും പറഞ്ഞ് കുറേ കാബാലികന്മാർ അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ എന്ത് ചെയ്യാനാണെന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ താമസിക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത്. ഇപ്പോഴത്തെ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ രാവിലത്തെ ഒരു ടൈമുണ്ട്, 8:30 എങ്ങാണ്ട് +2 കുട്ടികൾക്ക് കയറണം. 9 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ കയറണം. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് ഓൾറെഡി. അല്ലാതെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. KSRTC ബസ്സിൽ ഒട്ടുക്കത്തെ തിരക്കായിരിക്കും ആ സമയത്ത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് രാവിലെ നമുക്ക് 8:30 കയറണം, ഇല്ലെന്നുണ്ടെങ്കിൽ സാർ തല്ലും. ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനാണ് നമ്മൾ വീട്ടിൽ നിന്ന്, ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എങ്ങനെയെങ്കിലും ബസ് കിട്ടിയാൽ മതി. ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ പ്രാർത്ഥിക്കണ ഒരു കാര്യം, സാറിൻ്റെയും തല്ലുകൊള്ളലേന്നല്ല, ദൈവമേ ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റണേന്നാണ്. കാരണം ബാക്കിൽ നിന്ന് ആരെങ്കിലും തോണ്ടും പിച്ചും മുട്ടും എന്നുള്ള അറിയാം. പക്ഷെ നമ്മൾ ആ സമയത്താണേ കൂടി സ്ത്രീ അല്ലേ, എന്തായാലും നേരിടണം. അപ്പം നമുക്ക് ബസ് കിട്ടിയില്ല, നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മാത്യു സാർ നമ്മളെ തല്ലും, ഉറപ്പായിട്ട് സാർ തല്ലും. കാരണം എന്ന് വെച്ചാൽ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവർ താമസിച്ചില്ലും നമ്മളെ തല്ലും. അപ്പൊ എനിക്കാണെങ്കിൽ ടെൻഷനാണ്. ഇത് എങ്ങനെയെങ്കിലും ഞാനും കൂട്ടുകാരും കൂടി ഓടാണ് വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. ചിലപ്പോൾ ചോറ് പോലും എടുക്കാറില്ല, ഉച്ചക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സാറിനെ തല്ലുകൊള്ളില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ കോളേജിൽ തന്നെ പോണത്. അപ്പൊ കുറെ ആൾക്കാർ നേരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നത് കേട്ടോ. എനിക്ക് നടന്നിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ തന്നെ KSRTC ബസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും KSRTCക്കാണ് പോയത്. ഒരു ദിവസത്തെ അനുഭവമാണ് ഞാൻ ഈ പറയണത്. അപ്പം നമ്മൾ KSRTC ബസ്സിനാണ് പോയത്. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 3 സ്റ്റോപ്പോളം ദൂരമുണ്ട് നമ്മൾ ഈ പറയണ കോളേജിലേക്ക്. അപ്പം ഞങ്ങൾ കോളേജിൽ പോകാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പം ഞാനും ഫ്രണ്ടും കൂടി ഇങ്ങനെ മുഖത്തോട്ട് നോക്കണേ, ബാക്കിൽ ഒരു നിസ്സഹാവസ്ഥയിൽ നമ്മൾ നോക്കത്തില്ലേ, ബാക്കിൽ പോയി നിൽക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഫേസ്. പക്ഷെ കുറേ ചേട്ടന്മാർ മാറി തന്നു കേട്ടോ. കാരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, അതിലുണ്ട് കുറച്ച് പേരെങ്കിലും അങ്ങനെ കുറച്ച് അച്ഛന്മാരുടെ പ്രായമുള്ള അച്ഛന്മാരൊക്കെ മാറി തന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കയറണം. കാരണം ചില ആൾക്കാർ ആ കുട്ടികൾക്ക് താമസിക്കാം, അവർ പോട്ടേന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർ കയറ്റി വിടും. അപ്പം ഞങ്ങൾ നിന്ന സമയത്ത് എൻ്റെ പുറകിൽ ഫ്രണ്ട് നിൽപ്പുണ്ട്, ഞാൻ ഫ്രണ്ടിലാണ് നിൽക്കണം. അപ്പം ഞങ്ങൾക്ക് ബാഗും കുപ്പിയും വെള്ളവും എല്ലാമായിട്ടാണ് നമ്മൾ പോകണമല്ലോ ഓൾറെഡി. അപ്പം നമ്മൾ ഇച്ചിരി വലിയ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇച്ചിരി വലിയ കുട്ടികളാണല്ലോ. അപ്പം നമ്മൾ അവിടെ പിടിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കണം. അപ്പം ഫ്രണ്ടിൻ്റെ പുറകിൽ ഒരു അപ്പാപ്പൻ നിൽപ്പുണ്ടായിരുന്നു. ആ അപ്പാപ്പൻ ഇങ്ങനെ വന്ന് ചായണുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആരോ ചായുന്നതും തോണ്ടണം. കാരണം ഭയങ്കര ഫില്ലായിട്ട് നിൽക്കണ ഒരു പാട്ടില് തിരിയാൻ പോലും സ്പേസ് ഇല്ല നമുക്ക്. അതുപോലെയാണ് KSRTCയിൽ നമ്മൾ ഇപ്പോഴും. അതെ, നിങ്ങൾ രാവിലെ ഒരു 8:30 തൊട്ടൊരു 9-9:30 വരെ 10 മണി വരെ നോക്കിക്കോ, 10 മണി വരെ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ 4 മണി to 7 മണി ഒട്ടുക്കത്തെ തിരക്കായിരിക്കും ബസ്സിൽ. അത് ഈ സ്കൂൾ കുട്ടികൾ കൊണ്ടാണ്. കാരണം അവർക്ക് പോകണ്ടേ, അവർക്ക് വീട്ടിൽ ചെല്ലണ്ടേ. കാരണം കുഞ്ഞു കുട്ടികളുണ്ടാവും, വലിയ കുട്ടികളുണ്ടാവും, അങ്ങനെ അല്ലാതെ തന്നെ കോളേജിൽ നിന്ന് വിട്ടിട്ടുള്ള പിള്ളേരുണ്ടാവും, ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ടാവും, കമ്പനി വിട്ട ചേച്ചിമാരുണ്ടാവും, എല്ലാവരും ഉണ്ട്. അവരവർക്ക് അവരവരുടെ കാര്യമാണ്. നമുക്ക് വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാര്യങ്ങളാണ്. ചില പിള്ളേർക്ക് ട്യൂഷന് പോകണം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബസ് കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് ഓടിയൊക്കെയാണ് നമ്മൾ കയറണം. ചിലപ്പോൾ KSRTC ബസ്സുകാരെ അവിടെ നിർത്തത്തില്ല, നീക്കിയൊക്കെ നിർത്താം. അത് ഇപ്പോഴും അങ്ങനെ നീക്കിയൊക്കെയാണ് നിർത്തുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓടിച്ചാടി പിടിച്ചൊക്കെ കയറണത്. അപ്പം നമ്മുടെ പുറകിൽ ആ അപ്പാപ്പൻ ഇങ്ങനെ വന്ന് മുട്ടെന്ന് കണ്ടപ്പോഴേക്കും ഇവിടെ എന്നോട് പറഞ്ഞിട്ട് എന്നെ ആരോ പുറകിൽ നിന്ന് ഇങ്ങനെ ചായുന്നുണ്ട്, എനിക്ക് തിരിഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ചേച്ചിയാണ്, ചേച്ചി നീങ്ങുക. ചേച്ചിയാണ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എവിടെ നീങ്ങാനാണ്, അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല ഇങ്ങോട്ട് പോകാൻ സ്ഥലമില്ല എന്നൊക്കെ പറയാൻ കുറേ വഴക്ക് പറഞ്ഞു. അന്ന് നമ്മൾ ചെറുതല്ലേ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങനെ പറയണ ടൈപ്പല്ല. അവരെന്തെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞല്ല, ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു. ആട്ടോ അമ്മച്ചി സമ്മതിക്കുന്നേ ഇല്ല, എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മിണ്ടണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാന്ന്. കാരണം ആ ഒരു നിസ്സഹാവസ്ഥ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുക. എന്നിട്ട് പിന്നെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഇറങ്ങി. അപ്പം വണ്ടിയിൽ ഒത്തിരി തിരക്കായതുകൊണ്ട് നമ്മുടെ ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞു, വേണ്ട കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫില്ലാണ്, ഒത്തിരി ആൾക്കാരാകുമ്പോൾ വണ്ടി ഒരു വശത്തേക്ക് ചരിയും. അപ്പം അതുകൊണ്ട് തന്നെ മിനി കയറ്റണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് ലൂസായപ്പോഴേക്കും ഞങ്ങളൊന്ന് ഫ്രീ ആയി. എന്നാ വഴക്ക് പറഞ്ഞ അമ്മച്ചിയോടെ ഇറങ്ങി. അപ്പം ഞാൻ ഒരു ചേച്ചി ഇച്ചിരി നീങ്ങിക്കുന്നു. ആ ചേച്ചി നീങ്ങി നിന്നിട്ടുണ്ടായിരുന്നു.
അപ്പോഴേക്കും അവിടെ നിന്നും ആണുങ്ങൾ കയറുന്നതുകൊണ്ട് പുഷ് ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ ഈ സൈഡിലായി. അപ്പം എന്താണ്, ആ അപ്പൂപ്പൻ അങ്ങോട്ട് നീങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ അങ്ങോട്ട് തന്നെ ആ അപ്പൂപ്പനും നീങ്ങി. അപ്പോഴേക്കും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഓൾറെഡി കാണാൻ പറ്റത്തില്ല, നിറയെ ആളല്ലേ, അതുകൊണ്ട് ഓൾറെഡി കാണാൻ പറ്റത്തില്ല. ഇതൊരു പുതിയ, എപ്പോഴും എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും. നമ്മൾ സഹിച്ച് പിടിച്ച് ഇതൊക്കെ ക്ഷമിച്ചാണ് ഒന്നാമത്തെ കാര്യം കോളേജിൽ പോണത്. അപ്പോൾ എന്താണ്, ആരാണ് എങ്ങനെ തോന്നണമെന്ന് പോലും കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ മേളിലേക്ക് നോക്കിയപ്പോഴേക്കും കുറെ കൈകളുണ്ടല്ലോ. സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു അപ്പാപ്പൻ മതല്ലേ എന്നല്ല, അപ്പൂപ്പൻ എന്തായാലും അങ്ങനൊന്നും ചെയ്യില്ലെന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യില്ല, ഒരു അപ്പൂപ്പനെ ഉള്ളടി, അതല്ല വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ പിന്നെ അവൾ എന്നോട് പറയണേ ഇപ്പൊ നന്നായിട്ട് മുട്ടുന്നുണ്ട്, സീനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ മുഖമൊക്കെ ആകെ മാറി, കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പൊ എനിക്ക് ഉറപ്പായി എന്തോ നല്ല രീതിയിൽ മുട്ടുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ബാക്കിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരു അപ്പാപ്പൻ തന്നെയാണ് മുട്ടുന്നത്. കാരണം ബാക്കിലേക്ക് നോക്കി കൈ നോക്കിയപ്പോഴും ഇവിടെ തൊട്ടടുത്തുള്ള കൈ ഈ അപ്പാപ്പന്റെ ആണ്. അപ്പോൾ ഓൾറെഡി ആ അപ്പൂപ്പൻ എങ്ങനെ കളിച്ചാലും ഒരു 70 വയസ്സെങ്കിലും കാണും. സ്റ്റൂഡിയോ പഠിക്കുന്ന കാലത്ത് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയും ഇല്ല. നമുക്ക് പേടിയാണ്, എന്തിനോടും എല്ലാത്തിനോടും പേടിയാണ്. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അല്ല അന്നത്തെ കുട്ടികൾ, അത്ര റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് അറിയാം. അപ്പം ഞങ്ങളുടെ സെയിം സൈഡിലേക്ക് വേറൊരു ചേച്ചി വന്ന്, അത് ഇത് കണ്ടൊന്നും അല്ലാതെ വന്ന്. അപ്പൊ ഈ ചേച്ചീനെ ഇതേപോലെ ഇതാക്കിയപ്പോഴേക്കും ആ ചേച്ചി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് ഭയങ്കര വിഷയം ഉണ്ടാക്കി ആ ചേച്ചി. എനിക്കൊന്നും ആ ചേച്ചി വേറെ ജോലിയൊക്കെ ഉള്ള ചേച്ചി ആയിരിക്കും. ആ ചേച്ചി നല്ല രീതിയിൽ മെച്ചുവേർഡായിട്ടൊക്കെയാണ് സംസാരിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. നല്ല രീതിയിൽ ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ആ ചേട്ടൻ ഇങ്ങനെ ഞാൻ ഇവിടെ പോയതാണ് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അന്നേരം ആ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് സെക്യൂരിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ആ ചേച്ചി പറഞ്ഞല്ലോ എന്നൊരു സമാധാനത്തിലാണ് ഞങ്ങൾ പോയത്. എഗെയിൻ പിറ്റേ ദിവസം ആരെങ്കിലും ആയിട്ടൊക്കെ ഇതേപോലെ ഞാനല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് നിൽക്കണം. ഞാൻ എന്തോരം കുട്ടികൾ അങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിക്കുന്ന, ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വന്ന് മുട്ടണൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവരെ പുഷ് ചെയ്ത് നേരെ കയറ്റി വിടാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സൈഡിൽ ഞാൻ ഇരിക്കുന്ന സൈഡിൽ നിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ നിർത്താറുണ്ട്. കാരണം എന്നെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളു. എനിക്കല്ലാതെ അവരോട് പോയി റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറ്റും, അന്നത്തെ കാര്യമാണ്, ഞാൻ +2 പഠിക്കുന്ന സമയത്തെ കാര്യമാണ്. എനിക്ക് അന്ന് ചിലപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള ഒരു പേടിയുണ്ട്. ഞാനൊരു പാവം ടൈപ്പാണ്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടത്തില്ല. നമ്മൾ പിന്നെ ഒരു പരിധി വിട്ടാലേ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ടൊക്കെ പറ്റുള്ളൂ. വീട്ടുകാരോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് കാണുന്ന ആള് പിന്നെ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാരാ. ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ആ ബസ്സിലല്ലേ കയറുന്നത്, വേറെ ബസ്സിലാണ് കയറുന്നത്. പ്രൈവറ്റ് ആണ് ചിലപ്പോൾ നമുക്ക് സ്ഥിരമായ ആ ഒരു സമയത്ത് വന്ന ബസ്സിന് നമ്മൾ സ്ഥിരമായി കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കാണാം. KSRTC അങ്ങനെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇറങ്ങി, ആ ചേച്ചി വഴക്ക് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ സമാധാനത്തോടെയൊക്കെയാണ് ഇറങ്ങിയത്. എഗെയിൻ പിറ്റേ ദിവസവും നടക്കുന്ന കാര്യം ഇതൊക്കെ തന്നെ. ആ ചേട്ടൻ ഇല്ലെങ്കിൽ വേറൊരാള്. തിരക്ക് ചെല്ലുമ്പോഴേക്കും കുറെ ആൾക്കാർ, ഇപ്പൊ എല്ലാവരും അല്ല ഞാൻ പറയണത്, എല്ലാ പുരുഷന്മാരും അല്ല ഞാൻ പറയണത്, അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം ഞാൻ എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. ചില ആൾക്കാരോട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, ചില ആൾക്കാരോട് പറ്റില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പത്തെ കുട്ടികൾ എന്തോരം പേര് അത് നേരിടുന്നുണ്ടായിരുന്നെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലുള്ള ആൾക്കാർ ചോദിച്ചാൽ തന്നെ അത് അറിയാൻ പറ്റും. ചിലപ്പോൾ അവരെ പിന്നീട് കാണത്തില്ല. കുറെ ത്യാഗങ്ങള് കോളേജിലെ പിള്ളേരാണെങ്കിലും സഹിക്കുന്നുണ്ട്. സ്ത്രീകള് കേട്ടോ, അവരുടെ കാര്യമാണ് ഞാൻ പറയണത്. കുറെ ത്യാഗങ്ങൾ സഹിക്കണം. അതുങ്ങൾ ചിലപ്പോൾ പറയത്തില്ല. ചില ആൾക്കാർ റിയാക്ട് ചെയ്യും, ചില കുട്ടികൾ റിയാക്ട് ചെയ്യില്ല. അത് സഹിച്ചങ്ങ് പോകും. കാരണം വേറെ ഓപ്ഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബസ്സുകാരോട് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമോ? അവർക്ക് അവരുടെ സമയമുണ്ട്. പ്രൈവറ്റ് ബസ്സിലൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് എത്തണമെന്നുള്ളതാണ്. അങ്ങോട്ട് നീങ്ങി നിൽക്കുക, ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത് അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ആരാണ് തോണ്ടിയത് അവർ അക്സെപ്റ്റ് ചെയ്യുക? അവർ അക്സെപ്റ്റും ചെയ്യല. ഞാനാണ് തോണ്ടിയെന്നുള്ളത് പറയുക ഇല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരെ ഒന്നെങ്കിൽ പിടിച്ച് ഇവരാണ് ചെയ്തതെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റണം. ഇപ്പത്തെ കുട്ടികൾ ഇച്ചിരി കൂടി പക്വതയുള്ള കുട്ടികളായതുകൊണ്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സേഫ് അല്ല. അവര് വീട്ടിലും സേഫ് അല്ല, നാട്ടിലും സേഫ് അല്ല, ഒരു ഷോപ്പിലും സേഫ് അല്ല. എവിടെയാണ് നമ്മൾ സേഫ്? എവിടെയും സേഫ് അല്ല. ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയണത്. നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവണത്. എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഇന്ത്യയിലാണ് ഈ കൂടുതലും പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായില്ലെങ്കിലും സ്ത്രീകളാണ് എല്ലാത്തിലും എല്ലാ പ്രശ്നങ്ങളും ഇരയാകണ സ്ത്രീകളാണ്. അവരെന്ത് ചെയ്തിട്ടാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ പടച്ചു വിട്ടത് ഈ സ്ത്രീകൾ തന്നെയല്ലേ? അവരെന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കും ഈ സ്ത്രീ വളർത്തിയിട്ടല്ലേ അവരത്ര ആവണത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. എല്ലാ സഹോദരങ്ങളെല്ലാം ഞാൻ പറയുന്നത്, കുറച്ചെങ്കിലും സഹോദരങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയണത്. നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, അവർ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരാളെങ്കിലും ഒരു ദിവസം തോണ്ടാതിരിക്കുക. ചിലപ്പോൾ ഒരു പേടി കൊണ്ട് ചിലപ്പോൾ പറയത്തില്ലായിരിക്കും. ഉറപ്പായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
ഇത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റണത്? അവർ തോണ്ടല്ലേ, അവരെ തോണ്ടണ ഒരാളെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്താൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഈ ബസ്സുകാരെ ഒത്തിരി ആൾക്കാരെ കയറ്റാതിരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ എന്താണ് ഒരു ബാക്കിൽ ഇപ്പൊ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയെങ്കിലും സ്ത്രീകളെ ഫ്രണ്ടിലായിട്ട് ബാക്കിൽ കൂടി വേറെ ആരെങ്കിലും കയറ്റാത്ത രീതിയിൽ ചെയ്യുക. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ല. അതിലൂടെ കയറണമെങ്കിൽ അതിലൂടെ കയറാം, ഇതിലൂടെ കയറണം. ഞങ്ങളുടെ സമയത്ത് എങ്ങനെയും ഓടി കയറിയാ മതി എന്നുള്ള രീതിയിലാണ് കയറണത്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങൾ പറയാം. പിന്നെ അതുമല്ല, അവര് കുറെ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ ഒരാളെ വിളിച്ചിരുത്തി എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചർമാരുടെ ഒക്കെ ഷെയർ ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. കൂടുതലും ഇപ്പൊ ടീച്ചർമാരോട് ഫ്രണ്ട്ലി ആണ് ഇപ്പൊ ടീച്ചർമാർ. നമ്മുടെ ആ ഒരു സമയത്തിലെ ഗൗരവമായ ടീച്ചർമാരൊന്നും അല്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരോട് പറയുക. പിന്നെ സ്ഥിരമായി തന്നെ ഇങ്ങനെ കുറെ കോഴികളുണ്ട് ഇങ്ങനെ തോണ്ടാനും പിടിക്കാനും ഒക്കെ വരണത്. അപ്പൊ അവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരോട് പറയുക. കാരണം അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാരണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ കാര്യം പറയാം. എന്നിട്ടും നടന്നില്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. കാരണം നമുക്ക് അവരുടെ മുഖം ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യാനാണല്ലോ, എവിടെയും സ്ത്രീകൾ സേഫ് അല്ല. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തെപ്പറ്റി എനിക്ക് ഇപ്പോഴും വേവലാതിയാണ്. ഞാൻ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോണ്ടാവുമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടെയുള്ള എന്തോരം കുട്ടികളുണ്ട്, അവരുടെ അവസ്ഥ ഇനിയുള്ള അവസ്ഥ എന്തൊക്കെ ഇരിക്കുന്നു അറിയില്ല. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും സേഫ് ആയിട്ടുള്ള ഒരു മേഖല നിങ്ങൾ തരിക എന്നുള്ളതാണ്. ആരോട് പറയാനാണ്, ആരോടാണ് പരാതി പറയേണ്ടത്? കോടതിയിലാണെങ്കിലും തെളിവുകളാണ് മെയിൻ. പിന്നെ എന്ത് ചെയ്യാനാണ്? അവനും സേഫ് അല്ല. തെളിവുകൾ നെഗറ്റീവായിട്ട് കുറെ പൈസ കൊടുത്ത് വെക്കണമെങ്കിൽ വക്കീലന്മാര് വാദിച്ച് കൊല ചെയ്യാത്തവര് പ്രതിയാക്കും. പിന്നെ എന്ത് ചെയ്യാനാണ്? സാധാരണക്കാര് എപ്പോഴും ബലിയാടായിട്ട് നിൽക്കണം. എന്തൊരവസ്ഥ! എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ്. എന്ത് ചെയ്യാനാണ്? ആ ഒരു അവസ്ഥ എപ്പോഴും കടന്നു പോകണേ. എനിക്ക് ഇപ്പോഴും പേടിയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഈ ഒരു ബോൾഡായിട്ട് ഇരുന്നാൽ കൂടി ചില സമയങ്ങളിൽ നമ്മൾ സ്ത്രീകളായി പോകും. ചില സമയത്ത് നമുക്ക് സങ്കടം വരാറുണ്ട്. ഇപ്പോഴും സേഫായിട്ട് പുറത്തു പോകാൻ എനിക്ക് പേടിയാണ് സത്യം പറയാലോ. കാരണം നമ്മൾ സേഫ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തോരം റിയാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത്. വെറുതെ നടന്നുപോണ ആൾക്കാരുടെയൊക്കെയാണ് മാലയൊക്കെ പൊട്ടിച്ചോണ്ട് പോണത്. കഴുത്തൊക്കെ ഇവിടം വരെ മുറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ. എന്തൊരു അവസ്ഥയാണ്! സ്ത്രീകൾക്കേ പ്രശ്നമുള്ളൂ, ബോയ്സിന് വലിയ കുഴപ്പമില്ല. ഇപ്പോഴും മനസ്സിലാത്ത വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.